ഹലോ. സൺഡേ ഒരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ. നമ്മൾ പൊതുവേ സൺഡേ രാവിലെ താമസിച്ചാണ് എണീക്കാറ്. ഇന്ന് കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് കേട്ടോ എണീറ്റത്. ഒരു 10:30 കഴിഞ്ഞു കേട്ടോ. അപ്പം എണീക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വിശപ്പുണ്ടല്ലോ, അത് ശമിപ്പിക്കാനായിട്ട് ഓട്സ് ഉണ്ടാക്കി തിന്നു. ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കണ ഉച്ചത്തേക്കുള്ള ഫുഡിനുള്ള പണിപ്പുരയിലാണ് കേട്ടോ. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ചേട്ടായി ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള സവാളയും കാര്യങ്ങളൊക്കെ ചേട്ടായി അരിഞ്ഞു തന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി കേട്ടോ. അപ്പോൾ ചിക്കൻ പെരട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബ് നോക്കി ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയപ്പോൾ ചേട്ടായിക്കും എനിക്കും കൊച്ചിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടാക്കിയത് ഇന്ന്. അപ്പോൾ ഞാനത് അങ്ങനെ ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചീഞ്ചേച്ചി അടുപ്പത്ത് വെച്ചു, പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ടു, പിന്നെ സവാള ക്യാപ്സിക്കം ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് അതൊന്ന് വാടാൻ വേണ്ടി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് സൈഡിൽ കൂടെ അരിയുന്നുണ്ട് കേട്ടോ. ഒരു വെടിക്ക് 2 പക്ഷി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ചിക്കനും കൂർക്കയും കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടായി പറഞ്ഞു സെപ്പറേറ്റ് ഉണ്ടാക്കിയാൽ മതി, ഒരുപാട് ആർഭാടമൊന്നും വേണ്ടെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് ചിക്കൻ പെരട്ട് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച് ചിക്കൻ അങ്ങോട്ട് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തു കേട്ടോ. നമ്മളിതത് ചിക്കൻ മസാല ചേർക്കുന്നില്ല, ചിക്കൻ മസാല ചേർക്കാണ്ടായിട്ട് ഉണ്ടാക്കണം. പിന്നെ നമ്മളത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടത്, ഈസ്റ്റേൻ്റെ ഗരം മസാല ഉണ്ട് ഞാൻ ഇടണേ. ആദ്യമൊക്കെ ഇവിടെ പൊടിച്ച് വെച്ചായിരുന്നു ഇടണേ. ഇപ്പം പിന്നെ അതിനൊന്നും ആർക്ക് സമയം എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. പിന്നെ അപ്പോഴാണ് ഓർത്തത് അരി അടുപ്പത്തിട്ടിട്ടില്ല. വേഗം വിറകൊക്കെ കത്തിച്ച് അരിക്ക് വെള്ളം വെച്ചിട്ട് നമ്മൾ അരി അടുപ്പത്തിട്ടു കേട്ടോ. വെള്ളേരി എണ്ണിറങ്ങുന്നത് അതിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അത് നമ്മുടെ ചിക്കൻ പെരട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൂർക്ക വെന്തിട്ടുണ്ടായിരുന്നു, കൂർക്ക മെഴുക്കുവരട്ടിയും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ നേരെ ഉച്ചയൂണ് കഴിക്കാൻ പോവാം കേട്ടോ. ഏകദേശം ഒരു 3:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ചായ കുടിക്കുന്ന സമയം ഇപ്പോൾ ഞങ്ങൾ ചോറുണ്ണുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.